എന്തുണ്ട് കൃപ വിശേഷങ്ങൾ? ഒന്നുമില്ല മാഡം, സുഖം. ആ മൈഥിലിൽ നിന്ന് അവളുടെ കുഞ്ഞിനെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ? അത് ഞാൻ ആവുന്നത് ശ്രമിച്ചു നോക്കി മാഡം. അവള് ഒന്നും വിട്ടു പറയുന്നില്ല. അതെങ്ങനെയും തിരക്കി അറിയാനല്ലേ ഞാൻ നിങ്ങൾ അവളുടെ കൂടെ വിട്ടിരിക്കുന്നത്. ഞാൻ ശ്രമിച്ചോണ്ടിരിക്കുക മാഡം. പിന്നെ ഇന്നലെ രാത്രി എന്തൊക്കെയാ നടന്നത്? ഞാൻ അറിഞ്ഞതൊക്കെ നേരാണോ? അതെ മാഡം, ഞാൻ അതിന്റെ ടെൻഷനില്ല. ഇന്ന് രാവിലെ ഹോസ്റ്റലിൽ നിന്ന് രണ്ടുപേരെ കാണാതായിരിക്കുന്നു. കാണാതായെന്നോ? ആരെ? എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയും. പറയാം മാഡം. എവിടെയോ കണ്ട് പരിചയമുള്ള പോലെ. എന്താ പേര്? മുംതാസ്. എന്റെ കൂടെ താമസിച്ചിരുന്ന പെൺകുട്ടികളുടെ കണ്ണുകൾ ഇതുപോലെ അല്ലല്ലോ, ഒരു വ്യത്യാസം പോലെ. അത് 10-18 വയസ്സായ കുട്ടിയുടേതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ഞാൻ സംശയിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ. എന്താ മാഡം? മീനാക്ഷി ആ ഹോസ്റ്റലിലുണ്ടെന്ന് വൈശാഖ പോലീസുകാരോട് പറഞ്ഞിരുന്നു. പക്ഷേ ആരും വിശ്വസിച്ചില്ല. ഇന്നലെ അവിടെ വന്ന രണ്ടുപേരും ഇന്ന് രാവിലെ കാണാതായെങ്കിൽ അതിലൊരാൾ ഉറപ്പായിട്ടും മീനാക്ഷി തന്നെയായിരിക്കും. ഹലോ, ആ കുഞ്ഞിനെ കാണാനിട്ട് ഒരു സമാധാനവും കിട്ടുന്നില്ല അല്ലേ? അതിനെ എങ്ങനെയും കണ്ടെത്താൻ ഇതിനകത്ത് ഒളിച്ചു കയറിയതാ അല്ലേ? മാഡം, ഞങ്ങളുടെ ആരുടെയും മുറിയിൽ നിന്ന് മോഷണമൊന്നും പോയിട്ടില്ല. മാഡം, അവര് ഇവിടെ തന്നിരിക്കുന്ന പേരെന്താ? നജ്മ, മുംതാസ്. അമ്മയും മകളുവാ. അമ്മയും മകളോ? അതെ. അവര് അവരുടെ ആധാർ കാർഡിന്റെ കോപ്പി തന്നിട്ടുണ്ടോ? അതിലുണ്ടാവുമല്ലോ അവരുടെ ഫോട്ടോ. ആധാർ കാർഡ് അവരുടെ കയ്യിലില്ലായിരുന്നു. എന്റെ ഒരു പരിചയക്കാരൻ വിളിച്ച് പറഞ്ഞിട്ടാ ഞാൻ അവർക്ക് റൂം കൊടുത്തത്. മൈഥിലി, നിന്റെ ശത്രു ഇതിനകത്തോണ്ട്. ആ മീനാക്ഷി. ഇവിടെ ഇവിടെ ഒരു ആൾമാറാട്ടം നടന്നിട്ടുണ്ട്. ഉറപ്പാ. ആൾമാറാട്ടോ? അതെ. ആരും പേടിക്കണ്ട, ഒരു സന്തോഷ വാർത്ത പറയാനാ ഞാൻ വന്നത്. ഇവിടെ താമസിച്ചിരുന്നവര് വളരെ നല്ലവരായ രണ്ടുപേരാ. അവരമ്മയും മകളുവാ. അവര് കൊള്ളക്കാരൊന്നും അല്ല. ആരാ നല്ലവര്? ഞങ്ങളുടെ ACP ആയിരുന്ന കാർത്തിക് സാറിന്റെ ഭാര്യ അമ്മയാ, മീനാക്ഷിയും നന്ദിനിയും. അവരെ പോലെ ഇത്രയും നല്ല മനുഷ്യരെ വേറെ എവിടെയും കാണാൻ കിട്ടില്ല. അവര് ആൾമാറാട്ടക്കാരിയല്ലേ? അവരിവിടെ ഒളിച്ചു താമസിച്ചപ്പോ പോലീസുകാരിയായി നിങ്ങൾ എന്ത് നോക്കി നിന്നു? പറ. എന്താടി വിചാരിച്ചത്? എന്താ ഇവിടെ? നിങ്ങളുടെ അടിയും പിടിയും വഴക്ക് ഇതുവരെ തീർന്നില്ലേ? നോ എക്സ്പ്ലനേഷൻ. ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് വിട്ടത് ഈ സ്ത്രീയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയാ, അല്ലാതെ ഇവരെ തല്ലാനല്ല. മാഡം, ഞാൻ ബാക്കി സംസാരം അങ്ങ് ഓഫീസില്. മൈഥിലി, വാ. എന്താണ് ഇന്നലെ രാത്രി ഉണ്ടായത്? എല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് പറയും.
മൈഥിലി, മീനാക്ഷി ഇവിടെ ഉണ്ട്. എന്താ മാഡം? അവസാനം വരെ നിങ്ങൾ പിടിച്ചു നിന്നു. പക്ഷെ നിന്റെ ഉറക്കം, നിന്റെ ശ്രദ്ധക്കുറവ്, ഇത് രണ്ടും നിന്നെ ചതിച്ചു. അത് മീനാക്ഷി തന്നെയായിരിക്കും. അവള് പറഞ്ഞു കൊടുത്ത ആ നഴ്സിംഗ് ഹോമിന്റെ പേര് ഓർമ്മയുണ്ടോ? ആ വഴുതകുഴിയിലെ ഒരു ശുശ്രൂഷ നഴ്സിംഗ് ഹോം. ഇനി താമസിക്കണ്ട, വാ, വേഗം വാ.